നമസ്കാരം. മാധ്യമങ്ങളുടെ എല്ലാം ഇപ്പോഴത്തെ ഒരു കൊട്ടേഷൻ പ്രവർത്തനം എന്നാണ്. എവിടെയോ ഒരാളെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ വയറിന്റെ ഉള്ളിൽ കത്രിക പോയിന്നോ എന്ന് പറഞ്ഞു. എന്ന് ഓപ്പറേഷൻ ചെയ്താണ്, എന്ന് പോയ കത്രികയാണെന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. വേണമെങ്കിൽ അത് അന്വേഷിച്ചു പോയാൽ ഏത് കാലത്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അന്വേഷിച്ചു പോയി അതിന്റെ കാലം കണ്ടുപിടിച്ച് അന്നാരായിരുന്നു മന്ത്രി എന്ന് പറയാനല്ല അതിന്റെ മറുപടി. പിന്നെയോ ഏതെങ്കിലും ഒരു ഡോക്ടർ ബോധപൂർവം കിടക്കട്ട ഒരു കത്രിക വയറ്റിൽ എന്ന് വെച്ചിട്ട് വെച്ചു കൊടുത്തതായിരിക്കും. എന്തായിരിക്കും സംഭവിച്ചത്? സാധാരണ ചിന്താഗതിയുള്ള മനുഷ്യർക്ക് മനസ്സിലാകും. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ അതൊരു അബദ്ധം പറ്റിയതാണ്, ഒരു തെറ്റ്, ഒരു പെസക്, മെഡിക്കൽ നെഗ്ലിജൻസ് ആണത്. തകർപ്പൻ സഖാവേ, തകർപ്പൻ, കിടിലമായിട്ടുണ്ട്, അടിപൊളി. ഇതിൻ്റെ ഒരു BGM ഒക്കെ ഇട്ട് സഖാക്കൾ ഇപ്പം ഇത് വെച്ച് അലക്കുന്നുണ്ടായിരിക്കും. ഗുരുതരമായിട്ടുള്ള ഒരു സംഭവത്തിനെ എത്ര നിസ്സാരമായിട്ടാണ് എം സ്വരാജ് ലളിതവൽക്കരിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. ഏതോ ഒരു ആശുപത്രിയിലെ ഏതോ ഒരു ഡോക്ടർ ഏതോ ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച് പോയിരിക്കുന്നു. അത് ഏത് കാലത്ത് ഏത് ഡോക്ടർ ചെയ്തതാണ് എന്നൊക്കെ തപ്പിച്ചെല്ലുന്നില്ല, പക്ഷെ തപ്പിച്ചെന്നാൽ അത് വേറെ ആളുകളുടെ കാലത്താണ് ചെയ്തത് എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ഇത് ഏതൊരാൾക്ക് കേട്ടാലും കണ്ടാലും മനസ്സിലാവുന്നതല്ല. ഇതൊരു അബദ്ധം പറ്റിയതാണ്, അതിനെ അങ്ങനെ കണ്ടുകൂടെ എന്നൊക്കെയാണ് ഈ എം സ്വരാജിനെ പറ്റി പറയുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം പഞ്ചായത്തിൽ, സ്വന്തം ബൂത്തിൽ പോലും തോറ്റു തുന്നം പാടിയ മുതലാണ്. എങ്ങനെ തോക്കാതിരിക്കും? ഇതാണല്ലോ കയ്യിലിരിപ്പ് അല്ലെങ്കിൽ വായിലിരിപ്പ്. ഇത് കേരളത്തിൽ നടക്കുമ്പോൾ മാത്രമാണ് ഒറ്റപ്പെട്ട സംഭവവും അബദ്ധവും. കേരളത്തിന് പുറത്ത് എവിടെ നടന്നാലും ഒറ്റപ്പെട്ട സംഭവമല്ല. പ്രത്യേകിച്ചും BJP ഭരിക്കുന്നിടത്താണെങ്കിൽ, ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലാണ് സമാനമായിട്ടുള്ള സംഭവം നടന്നത് എന്ന് കരുതുക. അവിടെ ഒരു രോഗി വയറുവേദനയുമായിട്ട് ചെല്ലുന്നു. പിന്നെ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ, പണ്ട് ഓപ്പറേഷൻ ചെയ്തപ്പോൾ മറന്നു വെച്ച കത്രിക കാണുന്നു. വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് കത്രിക പുറത്തെടുക്കുന്നു. അത് വലിയ വാർത്തയാവുന്നു. ആ വാർത്ത മലയാളത്തിൽ നമ്മുടെ ഇവിടുത്തെ പത്രങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ ഏതാണ്ട് ഇപ്രകാരമായിരിക്കും. യോഗി ആദിത്യനാഥിനെ തെറിവിളിയായിരിക്കും. ഇതൊന്നും മനസാവാച അറിഞ്ഞിട്ട് പോലുമില്ലാത്ത നരേന്ദ്രമോദിക്കും കിട്ടും തെറിവിളി. ഏത് ഡോക്ടറാണ് ചെയ്തതെന്നോ ഏത് ആശുപത്രിയാണോ ചെയ്തതോ എന്നോ ഇവർക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. ഇവരുടെ ചീത്തവിളിയും പള്ളുമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നുക യോഗി ആദിത്യനാഥ് പോയി ഈ രോഗിയെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്ത് ഒരു കത്രിക എടുത്ത് വയറ്റിലേക്ക് വെച്ച് തുന്നിക്കെട്ടി എന്ന തരത്തിലായിരിക്കും ഇവരുടെ പ്രതികരണങ്ങൾ. കേരളത്തിന് പുറത്താണ് നടക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശോ ഗുജറാത്തോ ഒക്കെ ആണെങ്കിൽ. പക്ഷേ ഇതേ സംഭവം കേരളത്തിൽ നടക്കുമ്പോൾ എം സ്വരാജിനെ പോലെയുള്ളവർക്ക് അത് വെറും ഒറ്റപ്പെട്ട സംഭവം, ഒരു അബദ്ധവും പറ്റിയതാണ്, അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും ഒരു ഡോക്ടർ ചെയ്യുമോ എന്ന് വരെ അവർ ന്യായീകരിക്കും. ഇതേ സംഗതി, അതായത് ഇതേ ലോജിക്ക് പക്ഷേ ഉത്തർപ്രദേശിലെ ഡോക്ടർമാർക്ക് ബാധകമല്ല, ഗുജറാത്തിലെ ഡോക്ടർമാർക്ക് ബാധകമല്ല, കേരളം ഒഴിച്ച് ഒരു സ്ഥലത്തെയും ഡോക്ടർമാർക്കോ ആശുപത്രിക്കോ ബാധകമല്ല. കാരണം കേരളം മാത്രമാണല്ലോ വിദ്യാഭ്യാസത്തിൽ, പ്രബുദ്ധതയിൽ, നവോത്ഥാനത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം. അതിനാൽ ഇവിടെയുള്ളവർക്ക് അബദ്ധം പറ്റാറില്ല. അതിനാൽ ഇവിടെയുള്ളവർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാറില്ല. പറ്റുന്നത് അബദ്ധമാണ് അല്ലെങ്കിൽ മറവിയാണ്. അതിനെ എത്ര ഗുരുതരമാണെങ്കിലും നമ്മൾ ന്യായീകരിക്കണം. അതാണ് എം സ്വരാജ് പറഞ്ഞു വെച്ചത്. നമിച്ച് സഖാവേ. എന്തായാലും നിങ്ങൾ പറഞ്ഞു വന്നൊരു ശൈലിയുണ്ടല്ലോ, അതാണ് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടത്. ഏതോ ഒരു ആശുപത്രിയിലെ ഏതോ ഒരു ഡോക്ടർ ഏതോ ഒരു രോഗിയുടെ, ഏത് ആശുപത്രിയാണ് എന്ന് പോലും അറിയില്ലല്ലേ, വണ്ടാനം ആശുപത്രിയാണ് എം സ്വരാജെ, വണ്ടാനം ആശുപത്രി. എത്രയോ കാലമായിട്ട് ഈ വണ്ടാനം ആശുപത്രി മെഡിക്കൽ കോളേജ് എന്നത് ഒരു വിവാദ കേന്ദ്രമായിട്ട് നിൽക്കുകയാണ്. എത്രയെത്ര മരണങ്ങൾ അഥവാ കൊലപാതകങ്ങളാണ് മെഡിക്കൽ എറർ കൊണ്ട് മാത്രം ഇതിനകം അവിടെ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നത്. മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകൊണ്ട്, ബോധപൂർവമോ അല്ലാതെയുമായിട്ടുള്ള തെറ്റുകൊണ്ട് അവിടെ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടൊരു നഷ്ടം കൂടി സംഭവിച്ചിരിക്കുന്ന സ്ഥലമാണ് വണ്ടാനം മെഡിക്കൽ കോളേജ്. മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യാത്ത നല്ല ആരോഗ്യമുണ്ടായിരുന്ന എൻ്റെ സ്വന്തം അളിയൻ, 42 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് സമയത്ത് അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചു. ചികിത്സയ്ക്കായിട്ട് അവിടെ കയറിയതിന് ശേഷം പിന്നീട് ഡെഡ് ബോഡി ആയിട്ടാണ് തിരിച്ചു കിട്ടിയത്. വിവരം അറിയാൻ പോലും യാതൊരു മാർഗവുമില്ലായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അനൂപ് ആൻ്റണി ആ സമയത്ത് ഡൽഹിയിലായിരുന്നു. അനൂപ് ആൻ്റണിയെ ബന്ധപ്പെട്ടതിന് ശേഷം അദ്ദേഹമാണ്, കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വഴിയാണോ എന്ത് അറിയില്ല, അദ്ദേഹമാണ് മെഡിക്കൽ കോളേജിലേക്ക്, ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ബന്ധപ്പെടുകയും അതിനകത്തെ അന്ന് വെന്റിലേറ്ററിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ അറിയുമ്പോൾ അളിയൻ വെന്റിലേറ്ററിലായിരുന്നു. അദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ അറിയുകയും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമൊക്കെ ലഭിക്കാനും അന്ന് കാരണമായി. അത് ഡൽഹി വഴി ശ്രമിക്കേണ്ടി വന്നു എന്ന് പറയാം. ഒരു രോഗി ഗുരുതരാവസ്ഥയിൽ കിടന്നിട്ട് അവരുടെ ബന്ധുക്കൾക്ക് അതറിയാനുള്ള മാർഗ്ഗമില്ലായിരുന്നു. പിന്നീട് ഡെഡ് ബോഡി ആയിട്ടാണ് കിട്ടുന്നത്. അത് മണിക്കൂറുകൾക്ക് ശേഷമാണ് അറിയുന്നത് തന്നെ. അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് നന്നായിട്ടറിയാം ആ വണ്ടാനം ആശുപത്രിയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും അനാസ്ഥ പിടിച്ചൊരു സ്ഥലം തന്നെയാണത്. വേറെയും കൊണ്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ ഞാനത് സൂചിപ്പിച്ചാണ്. എൻ്റെ പിതാവ് തന്നെ അവിടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്താൽ അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് 3-4 ദിവസം ഞാൻ തന്നെയാണ് അവിടെ രാത്രി ബൈസ്റ്റാൻഡറായിട്ട് നിന്നത്. അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 ബെഡ് അപ്പുറത്തേക്ക് മാറി ഒരു ചെറുപ്പക്കാരനെ 30 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്, ചെറുപ്പക്കാരനെ കൊണ്ടിട്ടിരുന്നു. അത് ഈ ഹൃദയ സംബന്ധിയായിട്ടുള്ള അസുഖക്കാർക്കുള്ള വാർഡിലാണ് കൊണ്ടിട്ടിരുന്നതെന്ന് ഓർക്കുക. അയാൾ ഈ പുതിയ കാലത്തെ രാസലഹരിക്ക് അടിമയാണ്. അയാളെ 2 കാലും കെട്ടി 2 കൈയും കെട്ടി, അതായത് കട്ടിലിൽ 2 കാലും 2 കൈയും കെട്ടി ആണ് അവിടെ ഇട്ടിരുന്നത്. അത് 2-3 ദിവസത്തേക്ക് ഉറങ്ങാനേ പറ്റില്ല. എന്ത് വിശ്വസിച്ചുറങ്ങും ഇവൻ? അതങ്ങനെ അഴിച്ചു വന്നാലോ? അവിടെ കിടന്ന് വിളിച്ചു പറയുന്ന മൊത്തം കൊല വെട്ടുകൂത്ത്. അവൻ്റെ ഭാര്യ മാത്രമുണ്ട് അവന് നോക്കാനടുത്ത്, ഒരൊറ്റ സുഹൃത്തുക്കൾ പോലും വന്നില്ല. 3-4 ദിവസത്തിന് ശേഷം അവൻ നോർമലായതിനു ശേഷമാണ് അവൻ്റെ സുഹൃത്തുക്കൾ പോലും അവനെ കാണാൻ വന്നത്. പക്ഷേ ഇത് അങ്ങേയറ്റം അനാസ്ഥയാണ് അവിടെ കാണിച്ചത്. കാരണം ഇത്തരം രോഗികൾ കിടക്കുന്ന സ്ഥലത്തല്ല ഇവരെ കൊണ്ടിടേണ്ടത്. ഈ ആശുപത്രിനെയോ ആരോഗ്യ വിഭാഗത്തിനെയോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നറിയാമോ? സകല അഡിഷൻ സെൻ്ററുകളും ആ സമയത്ത് ഫുള്ളായിരുന്നു കേരളത്തിലെ. ഇവറ്റകളെ കൊണ്ടുവരാൻ സ്ഥലമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള മെഡിക്കൽ കോളേജിലേക്ക് ഇവരെയൊക്കെ തട്ടി. അപ്പോൾ ഇതുപോലെ ഗുരുതരമായിട്ട് അസുഖം ബാധിച്ച് കിടക്കുന്നവരുടെ സമാധാനം കളയാനും ഉറക്കം കളയാനും വേണ്ടിയിട്ട് ഇവറ്റകളെ കൊണ്ടിടുകയും ചെയ്തു. അന്ന് ഞാനതിൻ്റെ വീഡിയോ എടുക്കാനും ന്യൂസ് ചെയ്യാനും വേണ്ടിയൊക്കെ ശ്രമിച്ചതാണ്. പക്ഷേ എൻ്റെ പിതാവ് എന്ത് ചെയ്താൽ സമ്മതിച്ചില്ല, എന്നെ മൊബൈൽ പോലും പുറത്തെടുക്കാൻ സമ്മതിച്ചില്ല. പക്ഷേ ഈ സംഭവം സത്യമാണ്, എല്ലാവർക്കും അറിയാം. അവിടെ അന്ന് ആ സമയത്തുണ്ടായിരുന്ന 1-ലധികം ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് ഇതേ വ്യക്തി തന്നെ നോർമലായതിനു ശേഷം സാധാരണ പോലെ അവൻ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഫോണും നോക്കിക്കൊണ്ട് ചാരിയിരുന്ന് അവിടുത്തെ ആശുപത്രി ഭിത്തിയിൽ ചാരിയിരുന്നുകൊണ്ട് അവൻ്റെ ഭാര്യയോട് തമാശയൊക്കെ പറഞ്ഞ് സാധാരണ രീതിയിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഒരു പ്രായമുള്ള, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ചെറുപ്പക്കാർ മാത്രമായിരിക്കും രാസലഹരിക്ക് അടിപ്പെട്ട് ഇങ്ങനെ ആവുന്നത് എന്ന് കരുതിയപ്പോൾ ഏതാണ്ട് 60 വയസ്സിന് മുകളിലുള്ള ഒരാളെ തോർത്തുകൊണ്ട് കെട്ടിവലിച്ചാണ് ബെഡിലോട്ട് കൊണ്ടിടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുന്നു, കയ്യും കാലും കൂട്ടി പിടിച്ചോളൂ, ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി നഴ്സുമാരും പോകുന്നു. ഇവർ കുറേ സമയം കഴിഞ്ഞിട്ട് ഇവരെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ നിൽക്കാതെ വരുന്നു. അപ്പോൾ അടുത്തുള്ളവർക്ക് പേടിയായി. ഞാനുമൊക്കെ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പോഴാണ് എന്നെയും എൻ്റെ അച്ഛനെയൊക്കെ ചിരിപ്പിച്ച ആ ഡയലോഗ് ഉണ്ടാവുന്നത്. ഇയാളിവിടെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 3 ദിവസവും രാത്രി കിടന്നുകൊണ്ട് ഭയങ്കരമായ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഇവനൊക്കെ എവിടുന്ന് വരുന്നു, ഇവനൊക്കെ അടങ്ങിക്കിടന്നുകൂടെ, ഇത് ഏത് വാർഡാണ്, ഇവിടെ വേറെയും രോഗികളുണ്ടെന്ന് അറിഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുതിയതായിട്ട് കൊണ്ടുവന്ന ഇയാളെ ഇവൻ ചീത്ത വിളിക്കുന്നു. ചിരിക്കാതെ എന്ത് ചെയ്യും? കഴിഞ്ഞ 3 ദിവസവും അവൻ ഇതിൻ്റെ അപ്പുറത്ത് അംഗമായിരുന്നു. അവനാണ് ഇവരെ പറയുന്നത്. ഒടുവിൽ അവിടെ നിന്ന മറ്റ് രോഗികളുടെയൊക്കെ ബൈസ്റ്റാൻഡർമാരും കൂട്ടിരിപ്പുകാരും ഒക്കെ ഓടിപ്പോയി സെക്യൂരിറ്റിയോടും നഴ്സിനോടൊക്കെ പറഞ്ഞ് അവരൊക്കെ വന്നതിന് ശേഷം ഈ ആദ്യത്തെ ചെറുപ്പക്കാരനെ എങ്ങനെയാണോ ഈ കട്ടിലേക്ക് കെട്ടിയിട്ടിരുന്നത് അതേ പരുവത്തിൽ തന്നെ ഇയാളെയും പിടിച്ച് കെട്ടി. അവർ വരാൻ നേരത്ത് ഇയാൾ ശാന്തനായ സമയത്ത് ഇവർ 2 കൈയും 2 കാലും ഒന്ന് ചൊറിയാൻ പോലും പറ്റാത്ത രീതിയിൽ തോർത്തുമുണ്ടിനാണ് കട്ടിലിൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കും. പോയി കഴിയുമ്പോൾ അങ്ങേരെ ഭാര്യനെ തെറി, അടുത്തുള്ളവർ തെറി, കുറച്ച് ഏതെങ്കിലും സെക്യൂരിറ്റിക്കാരൻ്റെ തലവട്ടം കണ്ടു കഴിയുമ്പോൾ മിണ്ടാതിരിക്കും. അത് കൊണ്ടിട്ടിരുന്ന വാർഡാണ് ഞാൻ പറഞ്ഞ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗികൾ കിടക്കുന്ന വാർഡിലാണ് ഇവരെ കൊണ്ടിട്ടിരുന്നത്. അതാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആ സമയത്തുള്ള അവസ്ഥ. അതെനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. ഒരുപക്ഷേ മറ്റ് ആശുപത്രികളിലും മറ്റ് മെഡിക്കൽ കോളേജിലുമൊക്കെ സമാനമായി തന്നെയായിരുന്നിരിക്കണം. കാരണം ഒരു സമയത്ത് ഇവിടെ ഈ രാസലഹരി അടിച്ചിട്ട് ഈ ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ അത്രയേറെ അഡിഷൻ സെൻ്ററുകളിൽ ഫുള്ളായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അത് പലരും അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചില പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരിടത്തും ബെഡില്ല. പിന്നെ ഇവരെ എവിടെ കൊണ്ടിടും? സ്വകാര്യ ആശുപത്രികളാണെങ്കിൽ അടുപ്പിക്കുന്നില്ല, ഇവറ്റകളെ ഇത്തരക്കാരെ അടുപ്പിക്കുന്നില്ല. നമുക്കറിയാം, കൊല്ലത്തൊരു ഡോക്ടർ മരണപ്പെട്ടതാണ്. ഇതുപോലെ ഒരു വട്ടനെ പിടിച്ചുകൊണ്ട് പോയി ഈ രാസലഹരി അടിച്ച് കിളിപ്പോയനെ പിടിച്ചുകൊണ്ട് പോയി അവൻ കുത്തിക്കൊല്ലുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ സംഭവം മിക്കവരുടെയും മനസ്സിലുണ്ട്. അതിനാൽ ഈ സ്വകാര്യ ആശുപത്രിക്കാർ ഇവരെ അടുപ്പിക്കുകയില്ല. പിന്നെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് സാധാരണ പാവപ്പെട്ട രോഗികളും മറ്റുമൊക്കെയായിരുന്നു. ഇത് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. ഇത് നടന്നത് വണ്ടാനം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ആ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ നടന്നാലും സ്വരാജിനെ പോലെയുള്ളവർ പറയുന്നത് എന്താണ്? വെറും ഒറ്റപ്പെട്ട സംഭവം, ഇതൊക്കെ അബദ്ധം പറ്റുന്നതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കളയും.